ഫ ഫ ബ. നമ്മൾ ദിലീപേട്ടൻ നായകനാണ്. ഫുൾ എന്റർടൈൻമെന്റ് ആയ പുതിയൊരു സിനിമയാണ് ഫ ഫ ബ. ഈ സിനിമയുടെ ടീസർ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാനിത് ഭയങ്കര പ്രിപ്പയർ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നല്ല കേട്ടോ. ഞാൻ ആ ടീസർ കണ്ടപ്പോഴത്തേക്കും എനിക്കുള്ള പെട്ടെന്നുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ ഇടുന്ന ഒരു വീഡിയോ ആണ്. ഞാനൊരു 3-ൽ 4-ലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ട്, നീ വിജയ് ഫാനാണോ സൂര്യ ഫാനാണോ എന്നൊക്കെ. അപ്പോൾ ഞാൻ അന്ന് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാനൊരു ദിലീപ് ഫാനാണെന്നാണ്. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം ആ ദിലീപ് ഫാൻ എവിടെയോ ഉറങ്ങിപ്പോയി. പക്ഷേ ഇപ്പോൾ ആ ദിലീപ് ഫാൻ വീണ്ടും ഉണർന്നു. എനിക്ക് ഈ ടീസർ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും പറയുന്ന പോലെ ത്രില്ലി രോമാഞ്ചം. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയത് ഈ ടീസറൊക്കെ കണ്ടപ്പോഴത്തേക്ക്. എന്ന് വെച്ചാൽ എത്ര നാളായി ഇതുപോലെ കണ്ടിട്ട് ദിലീപേട്ടനെ ഫുള്ള് എനർജറ്റിക് ആയിട്ട് ഇതുപോലെ ഒരു ക്യാരക്ടറിൽ ദിലീപേട്ടനെ കാണാനാണ് എനിക്ക് തോന്നുന്നു. ഇതുപോലെ കാണാനാണ് ഒരു 99% മലയാളികളും കാത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കിടിലൻ ടീസർ എന്ന് പറഞ്ഞാൽ കിടിലൻ ടീസർ. ഈ സീസണിൻ്റെ അകത്ത് ചില ചിരിയുണ്ട്, ഒരു ചിരിയൊക്കെ ഉണ്ട് ദിലീപേട്ടൻ്റെ. എനിക്ക് എവിടെയൊക്കെ എനിക്കൊരു റൺവേയുടെ വൈബൊക്കെ എനിക്ക് ഈ സിനിമയിൽ പല സ്ഥലത്തും അടിച്ചു. ഒരു റൺവേ ഒക്കെ തോന്നി. നല്ല എനിക്ക് തോന്നുന്നു കുറച്ച് നാൾക്ക് ശേഷം ദിലീപേട്ടൻ്റെ ഒരു 1 ഹിറ്റ് അടിക്കാൻ പോകുന്ന സിനിമയായിരിക്കും ഇത്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ദിലീപേട്ടൻ്റെ ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴത്തേക്ക് മിക്ക സിനിമകളും ഫ്ലോപ്പാണ്. ഒരു പഴയ കഥയും അങ്ങനെയൊക്കെ വെച്ചൊരു പഴഞ്ചൻ രീതിയിലായിരുന്നു സിനിമകളൊക്കെ വന്നുകൊണ്ടിരുന്നത്. അന്ന് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ ഉണ്ടായിരുന്നു. കമന്റ് ബോക്സിലൊക്കെ ഇഷ്ടം പോലെ നെഗറ്റീവ് കമന്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 1 തിരിച്ചുവരവ് തന്നെ ആയിരിക്കും നടത്താൻ പോണത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപിന്റെ ഒരു വലിയൊരു തിരിച്ചുവരവായിരിക്കും പഫ പഫ എന്ന് പറഞ്ഞ സിനിമയിലൂടെ. ഏകദേശം 1.5 മിനിറ്റാണ്ട് ഉള്ള ഒരു ടീസറാണ് ഇറക്കി വിട്ടത്. അതിൽ 30 സെക്കൻഡാണ്ടേ ഉള്ളൂ ദിലീപ്. ആ 30 സെക്കൻഡും പൊളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മോഹൻലാലിൻ്റെ കാമിയം കൂടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. പൊളിക്കൂടെ ഈ സിനിമ. ദിലീപിൻ്റെ ഒരു മോഹൻലാലിൻ്റെ കാമിയം കൂടി ഉണ്ടെങ്കിൽ കിടിലൻ സിനിമയായിരിക്കും. അല്ലെങ്കിലും കിടിലൻ സിനിമ ആയിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമയ്ക്ക് ഒരു മിനിമം ഒരു 100 കോടി അടിക്കാനുള്ള എല്ലാവിധ ചാൻസും ഞാൻ കാണുന്നുണ്ട്. എനിക്കങ്ങനെ തോന്നുന്നത് ഒരു 100 കോടിയൊക്കെ അടിക്കാൻ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു സിനിമയാണ് ഈ സിനിമയ്ക്ക്. മോഹൻലാലിൻ്റെ കാമിയം കൂടി ഉണ്ടെങ്കിൽ അറിയാലോ ഈ സിനിമയ്ക്ക് എത്രത്തോളം കളക്ഷൻ കേടുവന്നു. കിട്ടില്ലായിരിക്കും ഇവിടെ. ഇത്രയും നാള് സിനിമകളൊക്കെ പൊട്ടിയതിൻ്റെ ഒരു 1 തിരിച്ചടി തന്നെ ആയിരിക്കും കൊടുക്കാൻ പോണത്. ദിലീപേട്ടൻ ഹേറ്റേഴ്സിന്റെ അണ്ണാക്കിലോട്ട് കൊടുക്കാൻ പോണ ഒരു മറുപടി തന്നെ ആയിരിക്കും ഫ ഫ ബ എന്ന് പറഞ്ഞ സിനിമ. ഈ വീഡിയോ ഞാൻ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഈ ചാനലിലെ 2ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.